17 വയസ്സുള്ള കുട്ടിയെ 2 വർഷമായിട്ട് ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു. ഡേറ്റിംഗ് ആപ്പിൽ സ്വന്തം വയസ്സ് അല്പം കൂട്ടി രജിസ്റ്റർ ചെയ്ത് സ്വന്തം പേര്, മേൽവിലാസം, അതുപോലെ സ്ഥലം, അവൻ്റെ ഇഷ്ടവിനോദം, ഫോൺ നമ്പർ എല്ലാം കൊടുത്ത് പ്രായം അല്പം കൂട്ടിപ്പറഞ്ഞ് ഒരു ഡേറ്റിംഗ് ആപ്പിൽ ഒരു പയ്യൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവൻ അത്ര പാവം കുട്ടിയാണ്, ഒന്നും അറിയാത്ത ഉള്ളാപ്പുള്ളയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അവൻ്റെ പ്രായം വെറും 17 വയസ്സാണെങ്കിലും അവൻ്റെ ചിന്തയും അവൻ്റെ ആ ഒരു കൂർമ്മ ബുദ്ധിയുമെല്ലാം 71 വയസ്സിൻ്റേതാണ്. കാരണം ഈ ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി ഇവൻ എന്താണ് ചെയ്തതെന്നറിയണ്ടേ? ആദ്യം പലരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം സ്ഥാപിച്ചു. പിന്നീട് ആ ഒരു സൗഹൃദം പതിയെ ലൈംഗികതയിലേക്ക് വഴിമാറി. അതുവഴി അവന് നല്ല രീതിയിൽ തന്നെ വരുമാനവും കിട്ടിയെന്ന് ഓർക്കണം. 2 വർഷം കൊണ്ട് 20 പേരാണ് ഇവനെ യൂസ് ചെയ്തത് അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്തത്. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവൻ്റെ പ്രായം വെറും 15 വയസ്സാണ്. അവനിപ്പോൾ 17 വയസ്സ്. ഈ കേസ് പിടിക്കപ്പെട്ടപ്പോൾ പലരും, ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പലരും വിവാഹം കഴിഞ്ഞ് കുടുംബമായി നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ്. അവരുടെ എല്ലാം മുഖം മൂടി അഴിഞ്ഞ് താഴെ വീണിട്ടുണ്ട്. ഇവിടെ നമ്മൾ പയ്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പലരും വരും. പയ്യൻ എങ്ങനെയാണ് ഈ ഒരു ഡേറ്റിംഗ് ആപ്പ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നുണയെല്ലാം അതിനകത്ത് എൻ്റർ ചെയ്ത് ഇതിൽ അവന് കയറിയത്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ ഒരിക്കലും ഇത് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു നിയന്ത്രണം എല്ലാവരിലേക്കും എത്താൻ വേണ്ടി തന്നെയാണ് അതിനകത്ത് പ്രായപരിധി 18 വയസ്സിന് മുകളിൽ എന്നാക്കിയത്. അവിടെയാണ് ഈ കൂർമ്മ ബുദ്ധിക്കാരനായ 17കാരൻ തൻ്റെ പ്രായം കൂട്ടിക്കാണിച്ച് മൊബൈൽ നമ്പർ സഹിതമെല്ലാം കൊടുത്ത് അതിൽ കയറി രജിസ്റ്റർ ചെയ്ത് വിലസി നടന്നതും പണം സമ്പാദിച്ചതും. ഇവൻ്റെ വീട്ടുകാർ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. എങ്ങനെയാണ് പയ്യൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വന്നത്? ഒരിക്കലും 15 വയസ്സുള്ള കുട്ടിക്ക് സ്വന്തമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവില്ല, അല്ലേ? എപ്പോഴും അതൊരു ജോയിൻ്റ് അക്കൗണ്ട് ആയിരിക്കും. എന്തെങ്കിലും അച്ഛനുമായിട്ട്, അമ്മയുമായിട്ട്, അങ്ങനെ ആരെങ്കിലുമായിട്ട്. ഈ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതൊന്നും വീട്ടുകാരും അറിയുന്നില്ലേ? ഗൂഗിൾ പേ വഴി കാശ് വന്നതൊന്നും ഇവരാരും അറിഞ്ഞില്ലേ? ഈ മകൻ വീട്ടിൽ നിന്നും മാറി നിൽക്കുമ്പോൾ അതും അറിയുന്നില്ലേ ഇവനെവിടെയാണ് പോകുന്നതെന്ന്? ഇതിൻ്റെ എല്ലാം പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം നമ്മൾ പാരൻസിനും അതുപോലെ തന്നെ വിദ്യാലയത്തിലുള്ള അധ്യാപകർക്കും തന്നെയാണ്. ഇതുകൂടാതെ ഒരു അധ്യാപകനെയും പിടിച്ചിട്ടുണ്ട് ഈ കേസിൽ. കുട്ടികൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കേണ്ട അധ്യാപകനെയും ഈ കേസിൽ ഗേ സെക്സിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണല്ലേ? ഇന്നലെ വേറൊരു ന്യൂസ് കണ്ടു. നോർത്ത് ഇന്ത്യയിലാണ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് അത് വാക്ക് തർക്കമായി പിന്നീട് കയ്യാങ്കളിയിലേക്ക് നീങ്ങി. ഒരുത്തനെ കുത്തിക്കൊന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ കുത്തിക്കൊന്നു. അങ്ങനെ അധ്യാപകർ ഹൈസ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും ബോയ്സിൻ്റെയും ബാഗ് പരിശോധിച്ചു. ആ ബാഗിൽ എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് അറിയണ്ടേ? കത്തി, ബ്ലേഡ്, ലഹരി പദാർത്ഥങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ആ ബാഗിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ കുട്ടിയുടെ ബാഗിലാണോ ഉണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട പാരൻസിനെയൊക്കെ അധ്യാപകർ വിളിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പാരൻസ് എന്താ പറഞ്ഞതെന്നറിയണ്ടേ? ശരിയാണ്, ഞങ്ങൾക്ക് മക്കളെ ശ്രദ്ധിക്കാറില്ല, അത് ഞങ്ങളുടെ കുഴപ്പമാണ്, ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതവർ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ പിന്നീട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേ, ഇതൊക്കെ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യമല്ലേ? അപ്പോൾ ഈ നമ്മുടെ സോഷ്യൽ മീഡിയകൾ, സമൂഹ മാധ്യമങ്ങളെയാണ് എല്ലാവരും പൊതുവെ പഴി പറയുന്നത്, അല്ലേ? സിനിമ വഴിയും ഒക്കെ കുട്ടികളിലേക്ക് നമ്മൾ തെറ്റായ രീതിയിലുള്ള മെസ്സേജ് പാസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. സിനിമകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, നല്ലതും ചീത്തയും എല്ലാം. പക്ഷേ പഴയ ഒരു തലമുറയ്ക്ക് നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു വേർതിരിവ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് കഴിവ് നഷ്ടപ്പെട്ടൊരു തലമുറയാണ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പണ്ട് നമ്മൾക്കറിയാം, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ വീട്ടിൽ നിന്ന് ഒരടി കിട്ടും, അല്ലേ? അതുപോലെ തന്നെ വിദ്യാലയത്തിൽ നിന്നും കിട്ടും.
ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു അടി കിട്ടിയെന്ന് വീട്ടിൽ വന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ഒരു അടിയും കൂടെ നമുക്ക് കിട്ടും. എന്തിനാ നിനക്ക് അടി കിട്ടിയത്, നീ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടല്ലേ എന്നുള്ള രീതിയിലായിരിക്കും വീട്ടിലിരിക്കുന്ന നമ്മുടെ പാരൻസ് പോലും നമ്മളോട് പെരുമാറുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് വീട്ടിലും വടിയെടുക്കാനുള്ള അവകാശമില്ല, സ്കൂളിലും വടിയെടുക്കാനുള്ള അവകാശം അധ്യാപകർക്കും ഇല്ല. അങ്ങനെയാകുമ്പോൾ തലമുറ ഇങ്ങനെയാവും. അപ്പോൾ വീട്ടിൽ രക്ഷിതാക്കൾ ശിക്ഷിക്കേണ്ട സമയത്ത് അവർ ശിക്ഷിക്കുക, അത് കഴിഞ്ഞ് അവരെ സ്കൂളിലേക്ക് പോകുമ്പം അധ്യാപകർ ശിക്ഷിക്കേണ്ട സമയത്ത് അധ്യാപകർ ശിക്ഷിക്കുക. ഈ രണ്ടു കൂട്ടരും മക്കളെ ശിക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പൊതുജനം കൈവയ്ക്കും, അത് കഴിയുമ്പോൾ പോലീസിലേക്ക് പോകും, അത് കഴിയുമ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും, ചിലപ്പോൾ തൂക്കിക്കൊല്ലുകയും ചെയ്തെന്നിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം നമ്മളിൽ നിന്നാണ്, വീട്ടിൽ നിന്നും വിദ്യാലയത്തിൽ നിന്നും. നിങ്ങൾ മക്കളെ, നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിന് ആദ്യം മനസ്സിലാവും. പക്ഷേ അവർ നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നിങ്ങളോട് ചോദിക്കാത്തതും നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാത്തതും എന്തുകൊണ്ടാണെന്നറിയോ? നാളെ നിങ്ങൾ കഠാരയുമായി വഴിയിൽ പതുങ്ങി നിന്ന് ഈ അധ്യാപകരെ കുത്തില്ല എന്നുള്ളത് ആർക്കറിയാം? അവരവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പല കാര്യങ്ങൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നത്. ഇവിടെ തെറ്റ് കുട്ടികളെക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെ അതിലേക്ക് വഴിതിരിച്ചു വിടുന്ന മാതാപിതാക്കൾ തന്നെയാണ്.